ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺബോക്സിംഗ് UK. അതെ, കേട്ടതൊക്കെ ശരിയാണ്. PR വെട്ടിച്ചുരുക്കി. അതുപോലെ തന്നെ നമ്മുടെ PSW ഇല്ലേ, അത് 2 വർഷം എന്നുള്ളത് 1.5 വർഷമാക്കി മാറ്റി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വൈറ്റ് പേപ്പറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ശരിക്കും റിയാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ. എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് വെച്ചാൽ, ആക്ച്വലി UK ഈ പാർലമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് റൂൾസ് എന്ന് പറയാൻ പറ്റില്ല, സജഷൻസ് എന്ന് പറയാൻ പറ്റില്ല. പലരും കണ്ടു, പല നാട്ടിലെ ന്യൂസ് ചാനൽസിലൊക്കെ കണ്ടു. UK ഈ പറയുന്ന 5 ഇയർ എന്ന് പറയുന്ന നേരെ നമ്മുടെ എന്താ പറയുക PR എടുത്ത് 10 ഇയറിലോട്ട് മാറ്റി. അതുപോലെ തന്നെ PSW കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. കെയർ വർക്കേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ള കേസ് പറയുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മുടെ UK ന്യൂസ് ചാനൽസ് ഒഴികെ ബാക്കി എല്ലായിടത്തും വരുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇടുന്നത് കണ്ടു, ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കേസ്, അല്ലെങ്കിൽ റൂളാക്കി മാറ്റി എന്നുള്ള കേസാണ്. ശരിക്കും പറഞ്ഞാൽ UK ഗവൺമെൻറ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് റൂൾസ്, അതായത് കറണ്ട് സെനാരിയോ, UK കറണ്ട് സെനാരിയോ അനുസരിച്ച് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ വൈറ്റ് പേപ്പർ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് 5 ഇയർ PR കേസ്. 5 വർഷത്തെ PR എന്നുള്ളത് ആ ഒരു റൂട്ട്, അതായത് നമ്മുടെ ടൈറ്റിലിൽ നിന്ന് 5 വർഷം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന PR നേരെ 10 വർഷത്തിലേക്ക് മാറ്റണം എന്നുള്ള കേസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹോം സെക്രട്ടറി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് പറയാണ്ട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കേസിൽ പുള്ളിക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല, ഹോം സെക്രട്ടറി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ഉള്ളവർക്കും ഡിപ്പെൻഡൻ്റ് കേസിലും പറയുന്നുണ്ട് അവർക്കൊരു കൺസിഡറേഷൻ കിട്ടുമെന്നുള്ളത്. സോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കറൻ്റ്ലി സ്കിൽഡ് വർക്ക് വിസയിലുള്ളവർക്കും എന്താണ് ഈ ഒരു റൂൾ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ള കേസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ രണ്ടാമത്തെ കേസ്, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, അതായത് നമ്മുടെ PSW നമ്മൾ പറയും സ്റ്റേ ബാക്ക്. ഇപ്പോൾ കറൻ്റ്ലി UK സ്റ്റുഡൻസിന് വരാനിരിക്കുന്നവർക്കും, അത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ല, സെപ്റ്റംബറിലേക്ക് മേ ബി അത് അഫക്റ്റ് ചെയ്തേക്കാം, വരാനിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി UK കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇയർ സ്റ്റേ ബാക്ക് ആണ്. അത് എന്താ പറയുക, 24 months ആയിട്ട് കൊടുക്കുന്ന സാധനം ഒരു 18 മാസമായിട്ട് വെട്ടിച്ചുരുക്കുക. അതാണ് രണ്ടാമത് പറഞ്ഞുള്ള സജഷൻസ് പറയുന്നത്. പക്ഷേ എന്നോട് പലരും ചോദിച്ചത് PSW എടുത്ത് മാറ്റി അത് ഇവിടെ നിൽക്കുന്നവരെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കേസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തായാലും കറൻ്റ്ലി UK പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ പറഞ്ഞ ലാസ്റ്റ് സെപ്റ്റംബറും ജനുവരിൻ്റെയൊക്കെ വന്നവർക്കാണെങ്കിലും എന്തായാലും ഈ പറഞ്ഞ കണക്ക് 24 months തന്നെ ആയിരിക്കും കിട്ടുക. കാരണം ഓൾറെഡി റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോ സജഷൻ ചെയ്യുന്നതിനോ മുന്നേ വന്നവരായതുകൊണ്ട് തന്നെ UK ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UK മുൻകാലഘട്ടങ്ങളിൽ ചരിത്രം നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂൾസ് പലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇവിടെ ഉള്ളവരെ അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ PSW എടുത്ത് മാറ്റിയിട്ടില്ല, 18 മാസക്കാലം, അതായത് 1.5 വർഷത്തോളമായിട്ട് ചുരുക്കുക എന്നുള്ള കേസ് പറഞ്ഞിട്ടുള്ളൂ. സോ ഇതാണ് PSW റീസെൻ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. അതും സജഷൻ മാത്രമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് പലരും കോൺടാക്ട് ചെയ്യുന്നത്, ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെയർ വർക്കേഴ്സിൻ്റെ കേസ്, അത് കുറച്ച് നാൾ മുന്നേ തന്നെ, ഒരു 4-5 മാസം മുന്നേ തന്നെ നമ്മുടെ UK ഗവൺമെൻറ് തടയിടാൻ നോക്കിയ കേസ് തന്നെയാണ്. അതിപ്പോഴും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സജഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഇൻ്റർനാഷണലി എടുക്കുന്ന കെയർ വർക്കേഴ്സിൻ്റെ, അത് എല്ലാ കൺട്രിയിൽ നിന്നും എടുക്കുന്ന കെയർ വർക്കേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ആൾക്കാർക്ക്, കറൻ്റ്ലി കെയർ വർക്കേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കും പല റൂട്ട്സ് അവർ പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഹോം ഓഫീസിൻ്റെ സജഷൻസ് വന്നിട്ടുണ്ട്. പുതിയ കോഴ്സുകൾ ഇവിടെ നിൽക്കുന്ന സ്റ്റുഡൻസിന് പുതിയ കോഴ്സുകൾ കൊടുത്തു ട്രെയിൻ ചെയ്തിട്ട് അവരെ കെയർ വർക്കേഴ്സായിട്ട് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഷോർട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നൊരു സജഷനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മേ ബി ഈ പറഞ്ഞ പോലെ രണ്ട് പാർട്ടിക്കാരും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പാർലമെൻറ്റിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഇതെല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന കേസാണ്. അതുപോലൊരു മറ്റൊരു കാര്യമാണ് ലാംഗ്വേജ് പ്രൊവിഷൻസ്. കാരണം മുൻപ് സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും ഡിപ്പെൻഡ് വിസയിലാണെങ്കിലും വരുന്നവർക്ക് ലാംഗ്വേജ് ചെക്ക് ചെയ്യേണ്ട, അതായത് പ്രൊവിഷൻസ് അവർക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നേരെ കയറി വരാൻ പറ്റുമായിരുന്നു. സോ ഇനി വരുന്നവർക്കാണെങ്കിൽ A1 A2 B1 B2 ലെവലും, അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് വിസ ചേഞ്ച് ചെയ്യുന്നവർക്കും അവർ സജഷൻ വെച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ കൂടെ നിൽക്കുന്ന ഡിപ്പെൻഡൻറ്റും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് പ്രൊവിഷൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ വിസ ലഭിക്കൂ എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ ഈ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയതല്ല, നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ക്വാളിഫൈ ആയിട്ടുള്ള, അതായത് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുള്ളൂ എന്നവർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് മേ ബി പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 1 വീക്ക്, അല്ലെങ്കിൽ 1 ദിവസം, എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ PR, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വർക്ക് പെർമിറ്റ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എന്തായാലും പിടിക്കും, അത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യലി എക്കണോമിക്കലി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ മെയിനായിട്ട് വരുന്ന 2 കേസ് കൂടിയുണ്ട്, നമ്മുടെ ഒഫൻസ് ആൻഡ് ഡീപ്പോർട്ടേഷനും ഹയർ ഫീസും. അതായത് നമ്മുടെ വിസ ഫീസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും കുത്തനെ കൂട്ടുക എന്നുള്ള സജഷനാണ് വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടാണ്ട് ആരും കയറി വരേണ്ട, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്കിൽഡ് വിസയിലാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ കയറി വരേണ്ട. എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്ന് അങ്ങനെ ഒരു മാനദണ്ഡത്തിൽ എത്തിയാൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള സജഷനാണ് UK ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്.
അതുപോലെ തന്നെ മുൻപായിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ എന്തെങ്കിലും ഒഫൻസ് ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോർട്ടിൻ്റെ അണ്ടറിനാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും വർക്ക് പെർമിറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നമുക്ക് ടൈം പീരീഡും കാര്യങ്ങളെല്ലാം കിട്ടുമായിരുന്നു. എസ്പെഷ്യലി വർക്ക് പെർമിറ്റിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ വലിയ കുറ്റകൃത്യങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റാൻ സജഷൻ വന്നിട്ടുണ്ട്. അതായത് കറൻ്റ്ലി വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും 3 to 5 years വർക്ക് പെർമിറ്റിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ. ആ ഒരു വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇനി ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒഫൻസ് അതുപോലുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹോം ഓഫീസിന് തന്നെ ഡീപ്പോർട്ടേഷൻ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു അനുമതി കൊടുത്തു. അതും ഒരു സജഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ലൈക്ക് എന്താ പറയുക, ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ മാനദണ്ഡത്തിലാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് അത് റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അതുപോലെ തന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് അതിന് പകരമായിട്ട് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലോട്ട്, അതായത് PR-ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം കൊടുക്കാൻ ഒരു സജഷൻ കൂടിയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന സജഷൻസ്. റൂൾസ് അല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം റൂൾ ഇംപ്ലിമെൻറ്റ്സ് ആയി എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എനിക്കും അയക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്ന സ്റ്റുഡൻസിൻ്റെയൊക്കെ പേരൻസും എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളത്. സോ ആസ് ഫാർ ആസ് എൻ്റെ ഒരു അറിവിലും ഞാൻ സോളിസിറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിലും എനിക്കറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് അവരും പറഞ്ഞത് നമ്മളുടെ ഇത് തന്നെയാണ്. ഒരിക്കലും ഈ പറയുന്ന കണക്ക് റൂൾസ് ഒന്നും അത്ര പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഇവൻ ചെയ്താൽ പോലും ഇവിടെ ഉള്ളവർക്ക് അതൊരു കൺസേൺ, അതൊരു ഇനി അങ്ങനെ ചെയ്താൽ പോലും ഇവിടെ ഉള്ളവർക്ക് ഒരു കൺസെഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് PSW എന്തായാലും അഫക്റ്റ് ചെയ്യില്ല ഓൾറെഡി വന്നവർക്ക്. അതുപോലെ തന്നെ PR-ൻ്റെ കേസിലാണെങ്കിൽ പോലും അതൊരു എന്താ പറയുക, അവർക്കൊരു ടൈം പീരീഡ് കിട്ടും. എന്താണെങ്കിലും ടൈം പീരീഡ് കിട്ടാണ്ടിരിക്കത്തില്ല. അങ്ങനെ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ഇതുവരെ ഉള്ളൊരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ അത്ര ഈസി ആയിട്ട് UK ഗവൺമെൻറ് ചെയ്യത്തില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സോ കേരള ഗവൺമെൻറ് പറയുന്ന പോലെ ആശങ്ക വേണ്ട, കരുതൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഈ സർവൈവൽ എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കേസല്ല. അതിവൻ UK ആണെങ്കിൽ യൂറോപ്പ് ആണെങ്കിൽ ഏത് കൺട്രി ആണെങ്കിലും ഇപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ റൂൾസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാനഡ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്, UK അവരുടെ നിയമങ്ങൾ കർശനമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ഒരുപാട് ഈ പറഞ്ഞ കുറഞ്ഞ ഫീസിൽ പഠിക്കാനായിട്ട് വീണ്ടും അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓസ്ട്രിയ, പിന്നെ അതുപോലെ ഒരുപാട് കൺട്രീസ് ഇപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് UK ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ യൂറോപ്പ് കൺട്രീസ് ഒരുപാടുണ്ട്. പക്ഷേ പെട്ടെന്ന് കയറി വന്ന് ഈ പറഞ്ഞ പോലെ പണക്കാരനാവാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് മാറാമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാത്തവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനെ എന്തറിയണം, സ്റ്റുഡൻറ്റ് വിസ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടുത്തെ റൂൾസ്, സോ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയെ പറ്റിയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലെ ഏത് കൺട്രീസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻസും അവളുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. സോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.